ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചാൽ അത് വർക്ക് ചെയ്യുമോ എന്ന് എങ്ങനെ അറിയും? വെറുതെ ടെസ്റ്റ് ചെയ്താൽ പോരാ. കാരണം മൈൻഡിന് നമ്മളെ സുഖപ്പെടുത്താൻ കഴിയും. ഇതാണ് പ്ലേസിബോ ഇഫക്റ്റ്. ഒരു പരീക്ഷണത്തിൽ ആളുകളെ 2 ഗ്രൂപ്പാക്കും. ഗ്രൂപ്പ് എക്ക് റിയൽ മരുന്ന്, ഗ്രൂപ്പ് ബിക്ക് വെറും പഞ്ചസാര ഗുളിക. പക്ഷെ അതുമാത്രം പോരാ, നമ്മളെടുക്കുന്ന ഗ്രൂപ്പുകളെ റാൻഡമൈസ് ചെയ്യണം. ഇവിടെയാണ് കമ്പ്യൂട്ടർ റാൻഡമൈസേഷൻ വരുന്നത്. അത് എല്ലാ ഹെൽത്ത് പാരാമീറ്റേഴ്സും ബാലൻസ് ചെയ്യും, 2 ഗ്രൂപ്പും തുല്യമായി തുടങ്ങാൻ. എന്തുകൊണ്ടാണിത് ഇത്ര ഇമ്പോർട്ടൻ്റ്? ഒരു ഗ്രൂപ്പിൽ പ്രായമുള്ള പുരുഷന്മാരും മറ്റതിൽ പ്രായം കുറഞ്ഞ സ്ത്രീകളും ആയാലോ, അത് റിസൾട്ടിനെ പൂർണ്ണമായി മാറ്റും. പക്ഷേ അവർക്ക് ഏതാണ് കിട്ടിയതെന്ന് അറിഞ്ഞാൽ പ്രതീക്ഷകൾ കാരണം റിസൾട്ട് തെറ്റാം. അതുകൊണ്ട് ഇതിനെ ബ്ലൈൻഡ് ആക്കണം. അതായത് അത് പേഷ്യൻറ്റിന് ഏതാണെന്ന് അറിയില്ല. പക്ഷേ അവിടെയും ഒരു ക്യാച്ച് ഉണ്ട്. ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിഞ്ഞാലോ, അവരുടെ ഭാവമാറ്റങ്ങൾ പേഷ്യൻറ്റിന് സൂചന നൽകാം. റിസൾട്ടിൽ ബയസ് വരാൻ ഇത് മതി. അതുകൊണ്ട് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ പേഷ്യൻറ്റിനും അറിയില്ല, ഇതിൽ മെഡിസിൻ കൊടുക്കുന്ന ഡോക്ടർക്കും അറിയില്ല. ഒരു തേർഡ് പാർട്ടിക്ക് മാത്രമേ ഇതറിയൂ. അവസാനം നമ്മൾ 2 ഗ്രൂപ്പും കമ്പയർ ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കലി നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അതും പ്ലേസിബോ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ എങ്കിൽ മാത്രമേ നമ്മൾ ആ മരുന്ന് എടുക്കൂ. യഥാർത്ഥ മരുന്നിന് കൂടുതൽ റിസൾട്ട് ഉണ്ടെങ്കിൽ ആ മരുന്ന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇതാണ് മെഡിക്കൽ സയൻസിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അടുത്തതായി ഏത് ടോപ്പിക്ക് വേണം? അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്കായി സേയെ ഫോളോ ചെയ്യൂ. ഈ വീഡിയോ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കൂ.